പ്രിയമുള്ളവരെ, നമസ്കാരം. നമ്മളിന്ന് ബിയോണ്ട് ദ ഹൊറിസോണിൻ്റെ 25ാം ഭാഗത്തിൻ്റെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം ഐസക് ന്യൂട്ടനെ പറ്റി പറഞ്ഞ ഭാഗത്തിൻ്റെ തുടർച്ചയാണ്. ന്യൂട്ടൻ ഭാഗം 2. അതിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ന്യൂട്ടൻ്റെ പ്രധാനപ്പെട്ട സംഭാവനകളായ പ്രാപഞ്ചിക ഗുരുത്വ നിയമത്തെപ്പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു. അതൊക്കെ തന്നെ പ്രതിപാദിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭൗതിക നിയമങ്ങളെയും ഭൗതിക വസ്തുക്കളെ ബാധിക്കുന്ന നിയമങ്ങളടക്കമുള്ള കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെപ്പറ്റി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഈ എപ്പിസോഡിൽ അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട മറ്റു ചില കൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഒന്ന്, പ്രകാശത്തെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. ഒന്ന്, അദ്ദേഹത്തിൻ്റെ കോർപ്പസ്കുലർ സിദ്ധാന്തം. ആ സിദ്ധാന്തത്തിന് വന്ന എതിർപ്പ് മാത്രമല്ല, തരംഗ സിദ്ധാന്തമാണ് പ്രകാശത്തിൻ്റേത് എന്നുള്ള സിദ്ധാന്തം കൊണ്ടുവന്നപ്പോൾ അതിനെ ന്യൂട്ടൺ അംഗീകരിക്കുകയും പിൽക്കാലത്ത് അത് പരീക്ഷണങ്ങൾ കൂടെ തരംഗങ്ങളായിട്ടാണ് പ്രകാശം സഞ്ചരിക്കുന്നത് എന്ന് സ്ഥാപിക്കുകയും ചെയ്ത ആളുകളുണ്ടായിരുന്നു അക്കാലത്ത്. അദ്ദേഹത്തിൻ്റെ ആ ശാസ്ത്രത്തിൻ്റെ പരീക്ഷണം, ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്, അതോടുകൂടെ പ്രകാശം എന്താണ്, എന്തിൻ്റെ ഒരു പ്രതിഭാസമാണ് പ്രകാശം എന്ന കാര്യത്തെപ്പറ്റിയുള്ള ചർച്ച വളരെയധികം നീണ്ടുപോയി. മാക്സ്വെൽ ആ കാലഘട്ടത്തിൽ തന്നെയാണ് വൈദ്യുത കാന്തതരങ്ങളെ പറ്റിയും വൈദ്യുതിയും കാന്തതരങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയും പഠിച്ചത്. മാത്രമല്ല, പ്രകാശത്തിൻ്റെ വേഗത കണ്ടുപിടിക്കാനുള്ള പരീക്ഷണങ്ങൾ റോമർ നടത്തുകയുണ്ടായി. റോമറിൻ്റെ പരീക്ഷണത്തേക്കാൾ കൂടുതൽ കൃത്യതയുള്ള പരീക്ഷണങ്ങൾ നടത്തിയ ആളുകളുണ്ടായിരുന്നു. ഒന്ന് ഹിപ്പോലൈറ്റ് ഫിസോ. അങ്ങനെ പ്രകാശം എന്താണെന്ന് അവസാനമായി തീരുമാനിക്കപ്പെട്ടു. രണ്ട് കൂട്ടരും അംഗീകരിച്ചു. പ്രകാശം കണികളായും അതേസമയം തരംഗങ്ങളായും സഞ്ചരിക്കുന്നു. പ്രകാശത്തിൻ്റെ വേഗതയാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ വേഗതയുള്ള വസ്തു എന്ന് പോലും അംഗീകരിക്കപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ പ്രാവശ്യം ന്യൂട്ടൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൺട്രിബ്യൂഷനായ പ്രകാശത്തെപ്പറ്റിയും പ്രാപഞ്ചിക ഗുരുത്വ നിയമം കണ്ടുപിടിക്കാൻ വേണ്ടി അദ്ദേഹം കണ്ടെത്തിയ ഗണിത മേഖലയിലെ കാൽക്കുലസും അതിനുശേഷം അദ്ദേഹത്തെ ബ്രിട്ടനിലെ ചാൻസലർ ഓഫ് എക്സെക്കറാക്കി നിയമിതനായി. ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ അംഗമായി അദ്ദേഹം ബ്രിട്ടീഷ് നാണയങ്ങളടിക്കുന്ന കമ്മട്ടത്തിൻ്റെ അധിപനായി തീർന്നു. ഇങ്ങനെയൊക്കെ ബഹുവിധ മേഖലകളിൽ തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ച ശാസ്ത്രജ്ഞനായിരുന്നു ഐസക് ന്യൂട്ടൻ. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യത്തോടുകൂടെ ഐസക് ന്യൂട്ടൻ്റെ ഈ എപ്പിസോഡ് അവസാനിക്കും. അടുത്ത പ്രാവശ്യം നമ്മൾ അല്പം വ്യതിചലിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനെ പറ്റിയാണ്. വാനനിരീക്ഷണത്തിന് ഏറ്റവും ലളിതമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം ഇത് അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു കാരണം, സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ഇതിനെ പരിചയപ്പെടുന്നുണ്ട്. പക്ഷേ
എൻ്റെ ഒരു അനുഭവം വിദ്യാർത്ഥികൾക്ക് ഇത് വേണ്ട വിധം കൈകാര്യം ചെയ്യാനുള്ള ശേഷിയായിട്ടില്ല എന്നുള്ളതാണ്. അതിന് കാരണം പല സ്ഥലങ്ങളിലും പല സ്കൂളുകളിലും ക്ലാസ്സുകൾ നടത്തിയപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ, അധ്യാപകരിൽ നിന്നും കിട്ടിയ ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സോഫ്റ്റ്വെയറിൻ്റെ വിവിധ വശങ്ങളെ, അതിലുപയോഗിക്കുന്ന വിവിധ ടൂളുകളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അടുത്ത 2 എപ്പിസോഡുകളായി ഞാൻ ചെയ്യാൻ പോകുന്നത്. കാരണം ഇത് അത്യാവശ്യമാണ്. സ്വതന്ത്രമായി വാനനിരീക്ഷണത്തെപ്പറ്റിയും അഗാധ പ്രപഞ്ചത്തെപ്പറ്റിയും മനസ്സിലാക്കാൻ താല്പര്യമുള്ള ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഇത്. വളരെ വെർച്വലായിട്ടുള്ളൊരു ഉപകരണം. അതുകൊണ്ട് തന്നെയാണ് പല കോണുകളിൽ നിന്നും വന്ന ഒരു ആഗ്രഹത്തിൻ്റെ പിൻബലത്തിലാണ് ഞാനിതിവിടെ നിങ്ങളുടെ മുമ്പിൽ അടുത്ത പ്രാവശ്യം ആദ്യത്തെ ഭാഗം അവതരിപ്പിക്കാൻ പോകുന്നത്. എത്ര പേർക്കത് ഉപകാരപ്രദമാവും എന്നറിയില്ല. എന്നാലും ഉപകാരപ്രദമാവും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഇത് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, പരിപാടികൾ എല്ലാവരും കാണണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെല്ലൈക്കണമെന്ന് അമർത്താനും മറക്കരുത്. എങ്കിൽ മാത്രമേ കൂടുതൽ ആളെ ഇത് നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ, ഷെയർ ചെയ്യാൻ പറ്റൂ. കാണുന്ന ആളുകൾ ദയവായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക്. ഇതൊരു പൊതു അറിവാണല്ലോ. അതുകൊണ്ട് ഷെയർ ചെയ്യാൻ മറക്കരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമസ്കാരം. ബിയോണ്ട് ദ ഹൊറിസോൺ പാർട്ട് 25 ഐസക് ന്യൂട്ടനെ പറ്റിയുള്ള 2ാമത്തെ ഭാഗമാണിത്. ന്യൂട്ടൻ പഠനവിധേയമാക്കിയ ഒരു മേഖല ധൂമകേതുക്കളെ പറ്റിയുള്ളതായിരുന്നു. അതിൽ ഒന്ന് അക്കാലത്ത് അറിയപ്പെട്ടിരുന്ന ഗ്രേറ്റ് കോമറ്റ് എന്ന കിർച്ച് ധൂമകേതുവായിരുന്നു പഠനവിധേയമാക്കിയത്. ആദ്യമായി ഒരു ധൂമകേതുവിനെ ടെലിസ്കോപ്പിൽ പകർത്തിയതും കിർച്ചിനെയായിരുന്നു. പ്രിൻസിപ്പിയുടെ അവസാന ഭാഗം ധൂമകേതുക്കളെക്കുറിച്ചായിരുന്നു. അവ ഒരുതരം ഗ്രഹശകലങ്ങളാണെന്നും ദീർഘവൃത്താകാര പഥത്തിൽ അവ സൂര്യനെ ചുറ്റുന്നുവെന്നും ചിലപ്പോൾ പഥം പാരാബോളികമാകാമെന്നും ന്യൂട്ടൺ അഭിപ്രായപ്പെട്ടു. ചില സന്ദർഭങ്ങളിൽ അവ സൗരയൂഥത്തെയും കടന്ന് ഇങ്ങനെ വരാത്തവണ്ണം മറഞ്ഞു പോകാമെന്നും പറഞ്ഞു. ഇവിടെ ഇടത് ഭാഗത്ത് കാണിച്ചിരിക്കുന്നതാണ് കിർച്ച് ധൂമകേതു. അക്കാലത്ത് ഫോട്ടോഗ്രാഫിയൊന്നും ഇല്ലല്ലോ. ആ കിർച്ച് ധൂമകേതുവിന്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. ജനങ്ങൾ അതിനെ നിരീക്ഷിക്കുന്ന ചിത്രം. സൂര്യന്റെ ഗുരുത്വാകർഷണ ശക്തിയാണ് എല്ലാ ഗ്രഹങ്ങളെയും അതിനു ചുറ്റും കറങ്ങാൻ പ്രേരിപ്പിക്കുന്നത് എന്ന നിഗമനത്തിലാണ് അവസാനമായി ന്യൂട്ടൺ എത്തിച്ചേർന്നത്. ഇതോടെ ഗുരുത്വാകർഷണ ശക്തി എന്താണെന്ന് വിശദീകരിക്കേണ്ടി വന്നു. അത് വിശദീകരിക്കാൻ അക്കാലത്ത് ലഭ്യമായ ഗണിത രീതിയൊന്നും മതിയാകുമായിരുന്നില്ല. ഭൂമിയിൽ പതിക്കുന്ന വസ്തുക്കളുടെ പതനത്തിന്റെ കൃത്യമായ സ്വഭാവം മുൻകൂട്ടി പറയാൻ കഴിയണം. ഗലീലിയോയുടെ കാലത്താണല്ലോ പരീക്ഷണ നിരീക്ഷണങ്ങൾ തുടങ്ങിയത്. അതായത് ശാസ്ത്രത്തിന്റെ ഇന്ന് നമ്മൾ കാണുന്ന രീതികളുടെ തുടക്കം ഗലീലിയോയുടെ കാലത്തായിരുന്നു അർത്ഥം. പിസയിലെ ഈ ചരിഞ്ഞ ഗോപുരം നോക്ക്, ഇടതുവശത്ത് കാണുന്ന ആ ഗോപുരത്തിന്റെ മുകളിൽ വെച്ച് നടത്തിയതായി പറയപ്പെടുന്ന ഒരു പരീക്ഷണമുണ്ട് ഗലീലിയോയുടെ. ഗുരുത്വം വസ്തുക്കൾ തമ്മിലുള്ള ദൂരത്തെ എത്രമാത്രം ആശ്രയിച്ചിരിക്കുന്നു എന്നറിയാൻ അതിന് മാത്രമായി പുതിയ ഗണിതം തന്നെ വികസിപ്പിച്ചു ന്യൂട്ടൺ. അതിൻ്റെ പേര് കലനം അല്ലെങ്കിൽ കാൽക്കുലസ്. ആ ഗണിത രീതിയാണ് ന്യൂട്ടൺ വികസിപ്പിച്ചത്. അദ്ദേഹം അതിന് പുതിയ പേരും കൊടുത്തു, ഫ്ലക്സിയോൺസ്.
അദ്ദേഹം വിശേഷിപ്പിച്ച ഈ ഗണിത രീതി 1664 തുടങ്ങിയത്. തുടർച്ചയായ ഒരു വക്രം, അതായത് ഒരു കർവ്, അതിൻ്റെ ഏത് ബിന്ദുവിലുമുള്ള സ്പർശരേഖയെ ടാൻജന്റ് കണക്കുകൂട്ടാൻ കലന രീതി ഉപയോഗപ്രദമായി തീർന്നു. ഗോട്ട്ഫ്രിഡ് വിൽഹം ലിബിനിസ് എന്ന ജർമ്മൻ ഗണിതശാസ്ത്രജ്ഞൻ കലനത്തെ സ്വതന്ത്രമായി വികസിപ്പിച്ചിരുന്നു എന്ന് ന്യൂട്ടൺ അറിയാമായിരുന്നു. അതിനെ ചൊല്ലി ന്യൂട്ടനും ലിബിനിസുമായി കുറച്ചു കാലം ഇടയേണ്ടി വന്നു. ഗുരുത്വവും വസ്തുക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനാണ് കലനത്തിൻ്റെ ആവശ്യം വന്നത്. ഗുരുത്വബലം സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുകയോ കുറയുകയോ ചെയ്യുമെന്ന് ന്യൂട്ടൺ സ്ഥാപിച്ചെടുത്തു. ദൂരവും ബലവും വിപരീത അനുപാതത്തിലാവും എന്നാണ് അദ്ദേഹം കാണിച്ചു തന്നത്. അതായത് ദൂരം കൂടുന്തോറും ബലത്തിൻ്റെ ശക്തി കുറയും, ദൂരം കുറയും തോറും ബലം കൂടും. ഇവിടെ നമ്മൾ ചിത്രത്തിൽ ഗുരുത്വബലവും വസ്തുക്കൾ തമ്മിലുള്ള ദൂരവും വിപരീതാനുപാതത്തെ കാണിച്ചിരിക്കുകയാണ്. സൂര്യൻ അതിൻ്റെ ആ ദീർഘവൃത്താകാരത്തിൻ്റെ ഒരു ഫോക്കയിലുണ്ട്. സൂര്യനിൽ നിന്നും ആ ദീർഘവൃത്തത്തിൻ്റെ പരിധിയിലെ ഒരു ബിന്ദുവിൽ കൂടെ ഒരു ഗ്രഹം കടന്നു പോകുമെന്ന് കരുതുക. രണ്ടാമത്തെ ഗ്രഹം, ആദ്യത്തെ ഗ്രഹം 1 സൂര്യൻ്റെ വളരെ അടുത്താണ്. അപ്പോൾ ഇവിടെ ഗുരുത്വബലം വളരെ അടുത്താകുമ്പോൾ കൂടുതലും വളരെ ദൂരത്താകുമ്പോൾ കുറയുകയും ചെയ്യുന്നതിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം വസ്തുക്കൾ തമ്മിൽ ഇരട്ടി ദൂരമുണ്ടെങ്കിൽ ഗുരുത്വബലം 4/1, 3 ഇരട്ടി ദൂരമുണ്ടെങ്കിൽ 9/1 എന്നർത്ഥം. ഈ ഒരു നിയമത്തിനാണ്, വളരെ പ്രസിദ്ധമായ ഈ നിയമമാണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ് ഗുരുത്വം എന്ന് ന്യൂട്ടൺ സ്ഥാപിച്ചെടുത്തത്. പക്ഷെ ഒരു കാര്യം, ബലം വസ്തുക്കളുടെ പിണ്ഡത്തിന് അനുപാതമായിരിക്കും. പിണ്ഡം കൂടുന്തോറും ബലം കൂടും, പിണ്ഡം കുറയും തോറും ബലം കുറയും. അപ്പോൾ അതിനെ നമ്മളൊരു സൂത്രവാക്യമായിട്ട് എഴുതുകയാണെങ്കിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, അതല്ലെങ്കിൽ ഗുരുത്വബലം, സമം G × m1 m2 ഡിവൈഡഡ് ബൈ R. F എന്നാൽ ഫോഴ്സ്, ഗുരുത്വബലം. G എന്നാൽ ഗുരുത്വ സ്ഥിരാങ്കം. m1 m2 വസ്തുക്കൾ, 2 വസ്തുക്കളുടെ പിണ്ഡങ്ങൾ. ഇവിടെ m1 ഉദ്ദേശിച്ചത് സൂര്യന്റെ പിണ്ഡമാണ്. R എന്നത് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം. ഈ സൂത്രവാക്യം സൗരയൂഥത്തിന് മാത്രം ബാധകമല്ല, മറിച്ച് പ്രപഞ്ച വസ്തുക്കൾക്കാകെ ബാധകമാണെന്ന് ന്യൂട്ടൺ സമർത്ഥിച്ചു. കെപ്ലറുടെ 3 ചലന നിയമങ്ങളിൽ വിശദീകരിച്ച പരിക്രമണ പഥങ്ങളല്ലാതെ ഗ്രഹങ്ങൾക്ക് മറ്റു പഥങ്ങൾ അസാധ്യമാണെന്ന് ന്യൂട്ടൺ പറഞ്ഞു. കെപ്ലറുടെ ആ നിയമങ്ങളെയാണല്ലോ ന്യൂട്ടൺ പരിഷ്കരിച്ച് തൻ്റെതായ രീതിയിൽ ഉണ്ടാക്കിയെടുത്തത്. ഗുരുത്വ സിദ്ധാന്തമനുസരിച്ച് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ചന്ദ്രന്റെ ത്വരണത്തെ, അതായത് ചന്ദ്രന്റെ ആക്സിലറേഷൻ മുൻകൂട്ടി പറയാൻ കഴിയും. ഒരു ആപ്പിൾ ഭൂമിയിലേക്ക് പതിക്കുന്നതിൻ്റെ ത്വരണത്തെ കണ്ടുകൊണ്ടാണല്ലോ ചന്ദ്രനെ പറ്റി ന്യൂട്ടൺ ചിന്തിക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ആപ്പിൾ ഭൂമിയിലേക്ക് പതിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ത്വരണം പ്രവചിക്കുക അത്രയൊന്നും പ്രയാസമുള്ളതല്ല. ചന്ദ്രൻ ഭൂമിയുടെ അർദ്ധവ്യാസത്തിൻ്റെ 60 ഇരട്ടി ദൂരത്തിലാണ്, അതായത് 3,84,000 കിലോമീറ്റർ. ഗുരുത്വം ദൂരത്തിന്റെ വിപരീത അനുപാതത്തിലാണല്ലോ.
ചന്ദ്രൻ ഭൂമിയിലേക്ക് പതിക്കുന്നതിൻ്റെ ത്വരണം ഒരു ആപ്പിളിൻ്റെ ത്വരണത്തേക്കാൾ കുറവായിരിക്കും. അതായത് അതിൻ്റെ ത്വരണം എങ്ങനെ കാണാം? 60 ഇരട്ടി ദൂരമാണ്. അപ്പോൾ 1/60⁻²² ആയിരിക്കും. അതായത് അതിൻ്റെ ത്വരണം 3600-ൽ 1 ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നർത്ഥം. വളരെ കുറവാണ്. ഭൂഗുരുത്വം എത്രയാണ്? 9.8 മീറ്റർ സെക്കൻഡാണ്. ചന്ദ്രന് ത്വരണം അതുകൊണ്ട് തന്നെ 0.0000272 മീറ്റർ സെക്കൻഡ് വരും. ഈ അളവ് ചന്ദ്രന്റെ പദം നിരീക്ഷിച്ച് കൃത്യമായി രേഖപ്പെടുത്തിയ അളവാണ്. ഇത്രയും ചെറിയ ത്വരണം വെച്ചുകൊണ്ട് ചന്ദ്രന് ഭൂമിയിൽ പതിക്കാനാവില്ല. അതുകൊണ്ടാണ് ചന്ദ്രൻ ഗത്യന്തരമില്ലാതെ ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. ഈ നിയമം പക്ഷേ ചന്ദ്രനിൽ മാത്രമല്ല, പ്രപഞ്ചത്തിലിരിക്കുന്ന സകലമാന വസ്തുക്കൾക്കും ഈ നിയമം അനുസരിക്കേണ്ടി വരുന്നു. കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ഈ നിയമം, അതിൻ്റെ മഹാരഹസ്യം, അതിൻ്റെ ചെറിയൊരു ഭാഗമേ ന്യൂട്ടൺ കണ്ടുപിടിച്ചിട്ടുള്ളൂ. എങ്കിലും ആ ഭാഗം അദ്ദേഹം ആ നിമിഷങ്ങളിൽ അനുഭവിച്ച സന്തോഷം എന്തായിരിക്കും? ഗുരുത്വബലം ഓരോ വസ്തുവിൻ്റെയും പിണ്ഡത്തിലടങ്ങിയിരിക്കുന്ന ഗുണമാണ്. പ്രപഞ്ചത്തിൽ എവിടെയൊക്കെ ദ്രവ്യത്തിൻ്റെ സാന്നിധ്യമുണ്ടോ, ഈ മഹാവിശാല പ്രപഞ്ചത്തിൽ, അവിടെയൊക്കെ ഗുരുത്വബലം പിണ്ഡവുമായി പ്രതിപ്രവർത്തനം നടത്തും. പിണ്ഡത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ആകർഷണ ബലവും കൂടും. നിയമപ്രകാരം ഒരു വസ്തുവിൽ നിന്നും മറ്റൊരു വസ്തു എത്ര ദൂരത്തിലായാലും ഗുരുത്വബലം ഇല്ലാതാകുന്നില്ല. പക്ഷേ ദൂരം കൂടുന്തോറും സ്വാധീനം കുറയും എന്നതേ ഉള്ളൂ. സൂര്യന്റെ ആകർഷണം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ബുധഗ്രഹത്തിലായിരിക്കുമല്ലോ. സൂര്യനിൽ നിന്ന് വളരെ അടുത്തല്ലേ. എന്നാൽ 40 AU വരെ ദൂരത്തുള്ള പ്ലൂട്ടോ ഉണ്ടല്ലോ, അതായത് പഴയ നമ്മളെ നവഗ്രഹത്തിൽപ്പെട്ട പ്ലൂട്ടോ, അതിപ്പോ ഗ്രഹമല്ല എങ്കിലും അത് 40 AU ആണ് സൂര്യനിൽ നിന്ന് അതിലേക്കുള്ള ദൂരം. ഒരു AU എന്നാൽ ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരത്തിനെയാണ് AU എന്ന് പറയുന്നത്, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അതേതാണ്ട് 14.96 കോടി കിലോമീറ്ററാണ്. അപ്പൊ അങ്ങനെ 40 AU ദൂരത്തുള്ള പ്ലൂട്ടോ പോലും സൂര്യന്റെ ആകർഷണ പരിധിയിൽ വരും. അതുകൊണ്ടാണല്ലോ അത് സൂര്യന് ചുറ്റും കറങ്ങുന്നത്. വളരെ വിദൂരതയിലാണെങ്കിലും അതൊരു ഹൈപ്പർബോളിക്കായിട്ട് സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്ലൂട്ടോ മാത്രമല്ല, പ്ലൂട്ടോയ്ക്കപ്പുറം ലക്ഷക്കണക്കിന് മഞ്ഞുകട്ടകളുണ്ട്. ജാൻ ഊർട്ട് എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിനൊരു പേര് കൊടുത്തിട്ടുണ്ട്, ഡർട്ടി ഐസ് ബോൾ, വൃത്തികെട്ട മഞ്ഞുകട്ട. അവ പോലും സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ അവ എപ്പോഴെങ്കിലുമൊക്കെ തങ്ങളുടെ പഥം വിട്ടുമാറി സൂര്യന്റെ സൗരയൂഥ പ്രദേശത്തെ കടന്നു വന്ന് സൂര്യനെ ചുറ്റുന്നത്. അതാണ് നമ്മൾ കാണുന്ന ധൂമകേതു. ഇവിടെ വലതുവശത്ത് കാണാം, മുകളിലെത്തത് ബുധഗ്രഹമാണ്. ബഹിരാകാശ പേടകത്തിൽ സഞ്ചാരികൾ വായുവിൽ നടക്കുന്നതായി വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇവിടെ തന്നെ കാണാം വീഡിയോ. ദാ ഒരാൾ വായുവിൽ, പേടകത്തിനകത്ത് വായുവിൽ ഇങ്ങനെ നീന്തുക. ഭൂമിയിൽ നിന്നും ഏതാണ്ട് 100ഓളം കിലോമീറ്റർ മാത്രമേ ഈ പേടകത്തിനുള്ളിൽ ഉള്ളൂ, അത്രയും ദൂരമുള്ളൂ. എന്നിട്ടും ഗുരുത്വം കുറവൊന്നും ആയിരിക്കില്ല, ഭൂമിയുടെ ഗുരുത്വം അതിനെ ബാധിക്കുന്നുണ്ട്. പക്ഷേ അവർ എന്നിട്ടും വായുവിൽ നീന്തുന്നതിന് കാരണത്തെ പറ്റി ചിന്തിച്ചുണ്ടാകും. അത് പക്ഷേ ഗുരുത്വമില്ലായ്മ കൊണ്ടല്ല, യാത്രികരും പേടകവും ത്വരണത്തിന് അടിപ്പെടുന്നതുകൊണ്ടാണ്. ചന്ദ്രനെ പോലെ തന്നെ
പക്ഷെ ആ ത്വരണം കൊണ്ട് അവയ്ക്ക് ഭൂമിയിലേക്ക് പതിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെയാണ് ലിഫ്റ്റുകളിലെ കേബിൾ പൊട്ടി അതിവേഗം താഴോട്ട് വരുന്ന ലിഫ്റ്റിൽ കുടുങ്ങിയ ഒരാൾക്ക് ഭാരക്കുറവ് അനുഭവപ്പെടുന്നത്. കെപ്ലറുടെ മൂന്നാം നിയമത്തെ ആധാരമാക്കിയാണ് ന്യൂട്ടൺ പ്രാപഞ്ചിക ഗുരുത്വ നിയമം ഉണ്ടാക്കിയത്. പക്ഷേ അതിൽ കെപ്ലർ അവഗണിച്ച ഒരു ഘടകം ഉണ്ടായിരുന്നു. ആ ഘടകം എന്താണെന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളുടെ പിണ്ഡം എന്നൊരാശയം. അത് അവഗണിക്കാനെന്താ കാരണം? അവഗണിക്കാൻ ഒരു കാരണമുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു, വസ്തുക്കളുടെ പിണ്ഡത്തെ കണക്കിലെടുക്കുന്നത് സൗരപിണ്ഡത്തിന് തുല്യമായിട്ടാണ്. അതായത് M1. അതിനെയാണ് സാധാരണ ഗണിതശാസ്ത്രത്തിൽ കണക്ക് കൂടുമ്പോൾ എടുക്കുക. സൂര്യനെ അപേക്ഷിച്ച് ഗ്രഹങ്ങൾ വളരെ നിസ്സാരമല്ലേ? സൗരയൂഥത്തിലെ മൊത്തം പിണ്ഡത്തിന്റെ 99% കൂടുതൽ സൗരനിലാണ്. അങ്ങനെ വരുമ്പോൾ ബാക്കി 8 ഗ്രഹങ്ങൾ എത്ര നിസ്സാരമായിരിക്കും പിണ്ഡം ഉണ്ടാവുക? അപ്പൊ ആ നിസ്സാര പിണ്ഡവും സൂര്യന്റെ പിണ്ഡവും തമ്മിൽ കണക്കിലെടുക്കേണ്ട കാര്യമില്ല എന്ന് കെപ്ലർ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകാം. വളരെ നിസ്സാരം. നിയമം A³ സമം M1 M2 to the power of p² എന്നാണ്. പക്ഷേ അവിടെ M2യുടെ സ്ഥാനത്ത് 0 ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതിൽ A എന്നത് സെമി മേജർ ആക്സിസിന്റെ, അതായത് സൂര്യന്റെ ഒരു ഫോക്കിയിൽ നിന്നും ഏറ്റവും ദൂരം കൂടുതലുള്ള അതിർത്തിയിലേക്കുള്ള ദൂരമാണ് സെമി മേജർ ആക്സിസ്. മറ്റത് സെമി മൈനർ ആക്സിസ്. അപ്പോൾ ഇതിൽ A എന്നത് സെമി മേജർ ആക്സിസും P എന്നത് പരിക്രമണ കാലവും, അതായത് പരിക്രമണം ചെയ്യുന്ന ഗ്രഹത്തിന്റെ അത് ചുറ്റാനെടുക്കുന്ന സമയം. M1 സൂര്യന്റെ ഭാരവും M2 എന്നത് ഗ്രഹത്തിന്റെ ഭാരവും. കെപ്ലർ തന്റെ നിയമത്തിൽ പിണ്ഡം ഉൾപ്പെടുത്താതിരുന്നത് ഗ്രഹങ്ങൾക്ക് സൗരഭാരത്തെക്കാൾ തീരെ നിസ്സാര ഭാരമേ ഉള്ളൂ എന്നതുകൊണ്ടാണ്. ജ്യോതിശാസ്ത്രത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന് 2 ഗാലക്സികളോ നക്ഷത്രങ്ങളോ പരസ്പരം ചുറ്റുന്നുവെങ്കിൽ അവ രണ്ടിന്റെയും പിണ്ഡം കണക്കിലെടുക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ സൂത്രവാക്യത്തിന് പുതിയൊരു മാനം കൈവരും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രഹങ്ങളെ പൂരം അവഗണിക്കുകയാണ്. ആ സൂത്രവാക്യത്തിൽ M1 മാത്രം കണക്കിലെടുക്കുന്നു. അത് നിങ്ങൾക്ക് അടുത്ത കണക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇത് വെച്ചുകൊണ്ട് നമ്മൾ 2 പ്രശ്നങ്ങൾ ചെയ്യാൻ പോവാണ്. സൗരയൂഥ വസ്തുക്കളുടെ ദൂരവും പരിക്രമണ കാലവും അളക്കാൻ കഴിഞ്ഞാൽ സൂത്രവാക്യം ഉപയോഗിച്ച് വസ്തുവിന്റെ പിണ്ഡം കണ്ടുപിടിക്കാം. ഗ്രഹങ്ങളുടെ പരിക്രമണ കാലവും അവയിലേക്കുള്ള ദൂരവും ഉപയോഗിച്ച് സൂര്യന്റെ പിണ്ഡം കണ്ടുപിടിക്കാം. അതേപോലെ തന്നെയാണ് വ്യാഴത്തിന്റെ ഏതെങ്കിലും ഒരു ഉപഗ്രഹത്തിന്റെ പരിക്രമണ കാലം, അതായത് വ്യാഴത്തിന് ചുറ്റുന്ന കാലം. അതിലേക്കുള്ള ദൂരവും കിട്ടിക്കഴിഞ്ഞാൽ വ്യാഴത്തിന്റെ പിണ്ഡം കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. വസ്തുക്കളുടെ ചലനം ഉപയോഗിച്ച് അവയുടെ പിണ്ഡത്തെ അളക്കാമെന്നുള്ള തത്വം പ്രാപഞ്ചിക വസ്തുക്കളെയും പരിണാമം മനസ്സിലാക്കുന്നതിന് വളരെ സഹായകരമായി തീർന്നു. ഇവിടെ നമ്മൾ 2 പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഒന്നാമത്തെ പ്രശ്നത്തിൽ എന്താണ്? ഇവിടെ വലതുവശത്തുള്ള ചിത്രം നോക്കണം. നീല നിറത്തിൽ കാണിച്ചിരിക്കുന്ന അതിൻ്റെ ഉള്ളിലെ വെള്ള ഭാഗം ഒരു നക്ഷത്രമാണ്. അതിൻ്റെ പേര് AB പിക്ടോറിസ്. പിക്ടർ എന്ന ഒരു ഗണമുണ്ട്, നക്ഷത്രഗണം. അതിൽ AB എന്ന നക്ഷത്രത്തിന്റെ ചിത്രമാണിത്. അപ്പോൾ നിങ്ങൾ സംശയം വരാം, അതെന്ത് കറുത്ത ഭാഗം എന്ന്. കറുത്ത ഭാഗം ആ നക്ഷത്രത്തിന്റെ ചിത്രം ശരിയായി എടുക്കാനായിട്ട് അതിന്റെ മുന്നിൽ ഒരു കൊറോണോഗ്രാഫ് ഘടിപ്പിച്ചതാണ്. കൊറോണോഗ്രാഫ് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ആ നക്ഷത്രത്തിന്റെ കൊറോണ ഭാഗം കാണാൻ കഴിയും. അതുകൊണ്ട് ചെയ്തതാണിത്. ഇത് വെറും ഉദാഹരണത്തിന് വേണ്ടി അങ്ങനെ ചെയ്തതാണ്. ആ നക്ഷത്രത്തെ നമ്മൾ ഇതിൽ കാണിച്ചതാണ്. ആ നക്ഷത്രത്തിൽ നിന്നും ഒരു AU ദൂരത്തിലുള്ള ഒരു ഗ്രഹം, ഭൂമിയെപ്പോലുള്ളൊരു ഗ്രഹം, അതാണ് ഇവിടെ കാണിച്ച ആ ചുവന്ന നിറത്തിൽ. അതിന്റെ പരിക്രമണ കാലം 0.71 വർഷമാണ്. ദൂരമാകട്ടെ ഒരു AU.
അങ്ങനെ വരുമ്പോൾ ഭൂമിയെ പോലുള്ള ഒരു ഗ്രഹം, നമ്മുടെ പ്രശ്നം ഇതാണ്, അതിൻ്റെ നക്ഷത്രത്തെ ഒരു AU ദൂരത്തിൽ 0.71 വർഷം കൊണ്ട് പരിക്രമണം ചെയ്യുന്നു എങ്കിൽ നക്ഷത്രത്തിന്റെ പിണ്ഡം കണ്ടുപിടിക്കുക. നമുക്ക് പഴയ സൂത്രവാക്യം എടുക്കാം. A³ സമം m1 m2 ഹോൾ സ്ക്വയർ m1 m2 ഇൻറ്റു p². m1 m2കളുടെ സ്ഥാനത്ത് നമ്മൾ m1 മാത്രം ഉപയോഗിക്കുന്നു. സൗരപിണ്ഡം എങ്കിൽ സൗരപിണ്ഡം എന്നാൽ, അതായത് നക്ഷത്രപിണ്ഡം എന്നാൽ A³ ഡിവൈഡഡ് ബൈ p². അതായത് A³ പകരം 1 വരും. 1 ഡിവൈഡഡ് ബൈ 0.5 സ്ക്വയർ, ദാറ്റ് ഈസ് 2. m1 എന്ന് പറഞ്ഞാൽ 2 m1 ആണെന്നർത്ഥം. അതായത് സൗരപിണ്ഡത്തിന്റെ ഇരട്ടിയാണ് ഈ നക്ഷത്രത്തിന്റെ പിണ്ഡം എന്നാണ് അതിനർത്ഥം. രണ്ടാമത്തെ പ്രശ്നം, സൂര്യന്റെ ഇരട്ടി പിണ്ഡമുള്ള ഒരു നക്ഷത്രത്തിന് ഭൂമിക്ക് സമാനമായ ഒരു ഗ്രഹമുണ്ടെന്ന് കരുതുക. അത് നക്ഷത്രത്തെ ചുറ്റാനെടുക്കുന്ന സമയം 4 ഭൂവർഷമാണ്. എങ്കിൽ ഗ്രഹം നക്ഷത്രത്തെ ചുറ്റുന്ന സെമി മേജർ ആക്സിസിന്റെ ദൂരം കണ്ടുപിടിക്കണം. m1 2 ഇരട്ടിപ്പെണ്ണമായതുകൊണ്ട്, p 4 കൊല്ലമാണ്. അപ്പോൾ A³ = m1 m2 ഹോൾ സ്ക്വയർ ഇൻറ്റു p². ദാറ്റ് ഈസ് 2 ഇൻറ്റു 4 സ്ക്വയർ. 2 into 4 square is equal to 2 into 16, that is equal to 32. A is equal to under cube root 32, അതായത് 3.17 AU ആണെന്ന് കിട്ടും. പ്രകാശത്തിന്റെ ഗുണങ്ങളായ പ്രതിഫലനം, അപവർത്തനം, നിഴൽ തുടങ്ങിയവ പൗരാണികർ വളരെ പണ്ട് മുതൽ മനസ്സിലാക്കിയിരുന്നു. പ്രകാശത്തെപ്പറ്റി ഗൗരവമായി പഠിച്ചത് AD 3-ാം നൂറ്റാണ്ടിൽ ടോളമിയായിരുന്നു. പക്ഷേ തൻ്റെ ഓപ്റ്റിക് എന്ന പുസ്തകത്തിൽ ടോളമി മനുഷ്യനേത്രങ്ങൾ വസ്തുക്കളെ എങ്ങനെ കാണുന്നു എന്ന കാര്യം വിശദീകരിച്ച് തെറ്റായിരുന്നു. അദ്ദേഹത്തിന് ശേഷം ശാസ്ത്രീയമായി പ്രകാശത്തെപ്പറ്റി പഠിച്ച ആൾ AD 1015 അറബ് പണ്ഡിതനായ ഇബിൻ അൽ ഹൈത്തമായിരുന്നു. വലതുവശത്ത് അപവർത്തനം എന്ന ഗുണത്തെ കാണാം. പ്രകാശത്തിന്റെ അപവർത്തനം, താഴെ പ്രതിഫലനവും. ആദ്യമായി ഒരു പിൻഹോൾ ക്യാമറ നിർമ്മിച്ചതും കാഴ്ചയുടെ ശാസ്ത്രം വിവരിച്ചതും പ്രകാശം നേർരേഖയിലൂടെ സഞ്ചരിക്കുന്നു എന്നതിന് സൂചന നൽകിയതും ഹൈത്തമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകം കിതാബ് അൽ മനാസിർ ഭൗതികത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ശാസ്ത്ര പുസ്തകമായി ന്യൂട്ടനും ഗലീലിയോയും ഹൈജൻസും ഡാവിഞ്ചിയും ഒക്കെ കരുതിപ്പോന്നു. കാഴ്ചയുടെ ശാസ്ത്രം വിവരിക്കുന്നത് വലതുവശത്ത് കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ കാണാം. 2 കണ്ണുകൾ, കണ്ണുകൾക്ക് പിന്നിരിക്കുന്ന ഭാഗം റെട്ടിന. റെട്ടിനയിൽ നിന്ന് ഞരമ്പുകൾ വഴി തലച്ചോറിലേക്ക് പോകുന്ന പ്രകാശത്തിന്റെ ശാസ്ത്രം, അതായത് കാഴ്ചയുടെ ശാസ്ത്രം വിവരിക്കുന്ന ചിത്രമാണിത്. ഏതാണ്ട് 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ പുസ്തകമാണ് മേൽ കാണിച്ചത്. കഴിഞ്ഞ 2015 ഹൈത്താമിന്റെ ഈ പുസ്തകത്തിന്റെ 1000-ാം ആണ്ട് യുണൈറ്റഡ് നേഷൻസ് ആഘോഷിച്ചു. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ പ്രകാശത്തിന്റെ വർഷമായി ആചരിക്കപ്പെട്ടു. ആ വർഷം 17-ാം നൂറ്റാണ്ടിൽ ന്യൂട്ടനാണ് പിന്നെ പ്രിസം കൊണ്ടുള്ള പരീക്ഷണം നടത്തിയത്. ഒരു ഗ്ലാസ് പ്രിസത്തിൽ കൂടെ ന്യൂട്ടൺ സൂര്യപ്രകാശം കടത്തിവിട്ടു. മറുപുറത്ത് 7 വർണ്ണങ്ങളായി പിരിഞ്ഞ സൂര്യപ്രകാശം അതിനെ വർണ്ണരാജി എന്ന പേരിട്ട് വിളിച്ചു. പ്രിസത്തിലൂടെ കടത്തിയ പ്രകാശത്തിന്റെ വർണ്ണരാജിയെ വീണ്ടും മറ്റൊരു പ്രിസത്തിൽ കൂടെ കടത്തിയപ്പോൾ അത് വീണ്ടും ധവളപ്രകാശമായി മാറി. പ്രകാശമെന്നാൽ അതിവേഗം സഞ്ചരിക്കുന്ന ഒരു കൂട്ടം കണികകളാണെന്ന് ന്യൂട്ടൺ പറഞ്ഞു. അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിന്
കോർപ്പസ്കുലർ സിദ്ധാന്തം എന്നാണ് പേരിട്ടത്. ഇതേ കാലയളവിലാണ് ക്രിസ്ത്യൻ ഹൈജൻസ്, ഏതാണ്ട് ന്യൂട്ടന്റെ കാലയളവിൽ തന്നെ, പുതിയൊരു സിദ്ധാന്തം രംഗത്ത് കൊണ്ടുവന്നു. കണികാ സിദ്ധാന്തത്തിന് പകരം തരംഗ സിദ്ധാന്തം. പ്രകാശം തരംഗമായിട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തരംഗങ്ങളുടെ ദൈർഘ്യ വ്യത്യാസം കാരണമാണ് അവ വ്യത്യസ്ത വർണ്ണങ്ങളായിട്ട് നമ്മുടെ ദൃശ്യപ്രകാശം മാറുന്നത് എന്ന അഭിപ്രായം അദ്ദേഹം മുമ്പോട്ട് വെച്ചു. ഈ രണ്ട് സിദ്ധാന്തങ്ങളും ശാസ്ത്രമേഖലയിൽ ഏറെക്കാലം ചർച്ചാ വിഷയമായി. പക്ഷേ എന്നിട്ടും എന്താണ് പ്രകാശം എന്ന് വിശദീകരിക്കാൻ രണ്ടു കൂട്ടർക്കും കഴിഞ്ഞിട്ടില്ല. 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ തോമസ് യങ് എന്ന ഒരു ഭൗതിക ശാസ്ത്രജ്ഞൻ വ്യത്യസ്ത പരീക്ഷണങ്ങളിലൂടെ ഹൈജൻസ് പറഞ്ഞ തരംഗ സിദ്ധാന്തത്തെ പരീക്ഷിച്ചു. ആ പരീക്ഷണത്തിന് പറയുന്നത് ഡബിൾ സ്ലിറ്റ് പരീക്ഷണം. ഇവിടെ കാണാം, ഇത് ഹൈജൻസിന്റെ ചിത്രമാണ്. ഹൈജൻസിന്റെ അല്ല, യങ്ങിന്റെ ചിത്രം, തോമസ് യങ്. ഇത് പ്രകാശമാണെങ്കിൽ പ്രകാശം പതിക്കുന്നത് ഇങ്ങനെ ഒരു ബോർഡ് സൃഷ്ടിച്ച ബോർഡിൽ രണ്ട് സ്ലിറ്റുകൾ, രണ്ട് വിടവുകൾ ഉണ്ടാക്കി. രണ്ട് വിടവുകളിൽ കൂടെ പ്രകാശം പുറത്തേക്ക് കടന്ന് മറ്റൊരു സ്ക്രീനിൽ തിരശ്ശീലയിൽ പതിച്ചപ്പോൾ വ്യത്യസ്ത ചിത്രങ്ങളാണ് അവിടെ കാണാനിടയായത്. അതായത് ഒരു ചിത്രത്തിൽ തെളിച്ചമില്ലാത്ത പ്രകാശവും ഇതുപോലെ മറ്റതിൽ കൂടിയ തെളിച്ചത്തോടുകൂടിയ പ്രകാശവും കാണാനിടയായി. രണ്ട് ദ്വാരങ്ങളിലൂടെ കടത്തിവിട്ട പ്രകാശരശ്മി ഇരുണ്ടതും തെളിച്ചതുമുള്ളതുമായ ഒരു കൂട്ടം രേഖകളായിട്ട് തിരശ്ശീലയിൽ പതിഞ്ഞു. കണികകളായിട്ട് പ്രകാശം സഞ്ചരിക്കുന്നെങ്കിൽ രണ്ട് ദ്വാരത്തിലൂടെയും തിരശ്ശീലയിൽ കാണുന്ന പ്രകാശം ഒരേപോലെ ഇരിക്കണമല്ലോ. തിരശ്ശീലയിൽ വീണ പ്രകാശം പരസ്പരം ശക്തിപ്പെടുത്തുന്നതും ദുർബലപ്പെടുത്തുന്നതുമാണ്. തരംഗമാകുമ്പോൾ തരംഗത്തിന് രണ്ട് ഭാഗമുണ്ട്. ഒന്ന് ഏറ്റവും കൂടിയ ഭാഗവും മറ്റൊന്ന് ഏറ്റവും കുറഞ്ഞ ഭാഗവും. യുങ് പറഞ്ഞ അതാണ്, കൂടിയ ഭാഗങ്ങൾ രണ്ടും കൂടെ ഒരു വിടവിൽ കൂടെ സഞ്ചരിച്ച് തിരശ്ശീലയെത്തുമ്പോൾ അവിടെ കൂടിയ പ്രകാശം കാണപ്പെടുന്നു. കുറഞ്ഞ രണ്ട് ഭാഗങ്ങൾ വിടവിൽ കൂടെ കടന്ന് തിരശ്ശീലയിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ തെളിച്ചമില്ലാത്ത പ്രകാശധാരയാണ് കാണാൻ പോകുന്നത്. ഇതുകൊണ്ട് ഈ പരീക്ഷണത്തിൽ കൂടെ പ്രകാശം തരംഗ സിദ്ധാന്തമാണെന്ന് പറയാൻ കഴിയും. തരംഗങ്ങൾക്കുള്ള ഉയർന്ന ഭാഗവും താഴ്ന്ന ഭാഗവും ഉണ്ടാവുമല്ലോ. ഈ രണ്ട് തരംഗങ്ങളുടെ ഉയർന്ന ഭാഗങ്ങൾ ഒരേ സമയത്ത് തിരശ്ശീലയിൽ വീഴുമ്പോൾ രണ്ടിൻ്റെയും ശക്തി ചേർന്നിട്ട് പ്രകാശ തീവ്രത കൂട്ടും. മറ്റത് രണ്ടിൻ്റെയും താഴ്ന്ന ഭാഗങ്ങളാണ് വീഴുന്നതെങ്കിൽ പ്രകാശ തീവ്രത കുറയും. ഈ പ്രതിഭാസത്തെ യുങ് വ്യതികരണം എന്ന് വിളിച്ചു, അല്ലെങ്കിൽ ഇന്റർഫിയറൻസ് എന്ന്. ഇവിടെ ജലോപരിതലത്തിൽ കാണുന്ന ജലതരംഗങ്ങളുടെ സ്വഭാവം ഉണ്ടല്ലോ. ഒരു തരംഗം ഇത്, മറ്റൊരു തരംഗം ഇത്, രണ്ടും ഒന്നിനു മേൽ മറ്റൊന്ന് വീഴുമ്പോഴുണ്ടാകുന്ന സംഭവം ഇതേപോലെ തന്നെയാണ്. ഒന്ന് കട്ടിയുള്ള തരംഗവും മറ്റൊന്ന് കട്ടി കുറഞ്ഞ തരംഗവും. ഡാനിഷ് ശാസ്ത്രജ്ഞനായ ലേ റോമർ പ്രകാശത്തിന്റെ വേഗത കണ്ടുപിടിക്കാൻ സവിശേഷമായ മറ്റൊരു രീതി ആവിഷ്കരിച്ചു. അക്കാര്യം നമ്മൾ ഇതിനു മുമ്പ് ചിത്രത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. വ്യാഴത്തെയും അതിൻ്റെ ഒരു ഉപഗ്രഹമായ ഇയോയെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പ്രകാശത്തിന്റെ വേഗത അദ്ദേഹം കണ്ടുപിടിച്ചു. പക്ഷെ അന്ന് അദ്ദേഹത്തിന് കിട്ടിയത് 2,25,000 കിലോമീറ്റർ മാത്രമായിരുന്നു ഒരു സെക്കൻഡിൽ. പിന്നീട് പ്രകാശത്തിന്റെ വേഗത കണ്ടുപിടിച്ചത് മറ്റൊരു ശാസ്ത്രജ്ഞന്മാർ രണ്ടുപേരാണ്. ഒന്ന് ലിയോൺ ഫുക്കോയും അർമാൻ ഹിപ്പോലൈറ്റ് ഫിസോയും. രണ്ടുപേരും കൂടെ നടത്തിയ പരീക്ഷണത്തിന്റെ ചിത്രമാണിത്.
സങ്കീർണമായ ഒരു പരീക്ഷണം. അങ്ങനെ അവസാനം 2,89,792.458 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള വേഗത അംഗീകരിക്കപ്പെട്ടു. പ്രകാശം തരംഗ രൂപത്തിലാണ് സഞ്ചരിക്കുന്നത് എന്ന് അംഗീകരിക്കപ്പെട്ടു. ശരിയാണ്. പക്ഷെ എന്തിൻ്റെ തരംഗം എന്ന ചോദ്യം ബാക്കിയായി. പൗരാണിക ഗ്രീക്കുകാർ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന ഈതർ എന്ന മാധ്യമത്തിലൂടെയാണ് പ്രകാശം സഞ്ചരിക്കുന്നത് എന്ന് ചർച്ച ചെയ്തു. പക്ഷേ രണ്ട് ശാസ്ത്രജ്ഞന്മാർ ഈ പരീക്ഷണവും ഏറ്റെടുത്തു. അങ്ങനെ ഒരു വസ്തു പ്രപഞ്ചത്തിലുണ്ടോ, ഈതർ എന്ന വസ്തു? മൈക്കൽസണും മോർലിയും രണ്ടുപേരും കൂടി ചേർന്ന് നടത്തിയ പരീക്ഷണങ്ങൾ ഈതർ എന്ന കാണാദ്രവ്യത്തിന്റെ അടിത്തറ തന്നെ ഇളക്കിക്കളഞ്ഞു. അത്തരം ഒരു ദ്രവ്യമേ ഇല്ല എന്ന് ശാസ്ത്രലോകത്തിന് മനസ്സിലായി. പിന്നീട് 1860 ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വൈദ്യുതിയെയും കാന്തികതയെയും തമ്മിലുള്ള ബന്ധമാണ് വിശദീകരിച്ചത്. ഇവ തമ്മിലുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരീക്ഷണം. വൈദ്യുത ക്ഷേത്രത്തിൽ വരുന്ന മാറ്റങ്ങൾ കാന്തിക ക്ഷേത്രത്തിലും വരും. ഇത് അദ്ദേഹം മനസ്സിലാക്കി. ഈ മാറ്റം, അതായത് വൈദ്യുത ക്ഷേത്രത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം കാന്തിക ക്ഷേത്രത്തിലുണ്ടാവും. അങ്ങനെ വരുന്ന മാറ്റങ്ങൾ ഒരു കാന്തത്തിന് ചുറ്റും തരംഗങ്ങൾ പോലെ വ്യാപിക്കുന്നു. ഈ തരംഗങ്ങൾക്ക് വിദ്യുത് കാന്ത തരംഗം എന്ന പേരിട്ടു. ഇത്തരം തരംഗത്തിന്റെ വേഗത പ്രകാശവേഗതയ്ക്ക് തുല്യമാണെന്ന് മനസ്സിലാക്കി. പ്രകാശ തരംഗങ്ങൾ വൈദ്യുത തരംഗങ്ങളാണെന്ന് അവസാനമായി അംഗീകരിക്കപ്പെട്ടു. വ്യത്യസ്ത തരംഗ ദൈർഘ്യത്തിലുള്ള പ്രകാശം, ധാരാളം തരത്തിലുള്ള പ്രകാശങ്ങൾ വരുന്നുണ്ട് പ്രകാശത്തിനകത്ത്. അതിൽ ചെറിയൊരു ഭാഗം മാത്രമേ നമ്മുടെ കണ്ണിന് കാണാൻ കഴിയുള്ളൂ. ആ കാണാൻ കഴിയുന്ന ഭാഗത്തിന് ദൃശ്യപ്രകാശം എന്ന് പേരിട്ടു. അതിൻ്റെ തരംഗ ദൈർഘ്യമാകട്ടെ 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ മാത്രമേ ഉള്ളൂ. വളരെ ചുരുങ്ങിയ ഒരു ഭാഗം. എന്നാൽ വൈദ്യുതകാന്ത തരംഗങ്ങൾ അതിൽ നിന്നും എത്രയോ വളരെ വലിയ ഭാഗമാണ്. അതിൽ പലതരത്തിലുള്ള തരംഗങ്ങളുണ്ട്. ഇന്ന് നമ്മൾ അറിയുന്ന ഗാമാ തരംഗങ്ങളും എക്സ്റേ തരംഗങ്ങളും മനുഷ്യൻ ഉപയോഗിക്കുന്നുണ്ട്. അൾട്രാ വയലറ്റ് തരംഗങ്ങളും അതും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പിന്നെയുള്ള ദൃശ്യപ്രകാശ തരംഗങ്ങളും, അത് കഴിഞ്ഞാൽ വരുന്ന ഇൻഫ്രാറെഡ് തരംഗങ്ങളും, അത് കഴിഞ്ഞാൽ വരുന്ന മൈക്രോവേവ് തരംഗങ്ങളും, അവസാനമായി വരുന്ന റേഡിയോ തരംഗങ്ങളും. ജലത്തിന്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന തരംഗങ്ങൾ പോലെ തന്നെയാണ് തരംഗങ്ങളെങ്കിലും അവ തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ഓർക്കണം. ജലതരംഗത്തിന് സഞ്ചരിക്കാൻ ജലം വേണം. പ്രകാശ തരംഗങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ല. വായു വേണ്ട, ജലം വേണ്ട. ശൂന്യതയിൽ പോലും സഞ്ചരിക്കാൻ കഴിയും, ഒരേ വേഗതയിൽ. അതുകൊണ്ടാണല്ലോ വളരെ വിദൂര പ്രപഞ്ചത്തിൽ നിന്നുള്ള അനന്തകോടി നക്ഷത്രങ്ങളുടെയും ഗാലക്സികളുടെയും മറ്റും പ്രകാശം പലതരത്തിലുള്ള തരംഗങ്ങളായി നമ്മൾ എത്തുന്നത്. പ്രപഞ്ചത്തിലെ മറ്റൊരു വസ്തുവുമായും പ്രതിപ്രവർത്തനം നടത്താതെ ഏറ്റവും കൂടിയ വേഗതയിലുള്ള ഈ തരംഗങ്ങൾ നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നു. അതിൽ കൂടുതൽ വേഗത ഒരു വസ്തുവിനും പ്രപഞ്ചത്തിലില്ല എന്നാണ് ഇതുവരെയും തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. നാളെ ഒരുപക്ഷെ മറ്റു ചില വസ്തുക്കൾക്ക് അതിലും കൂടിയ ദൈർഘ്യം കണ്ടെത്തേക്കാം. ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. തരംഗങ്ങളുടെ ഒരു സവിശേഷ സ്വഭാവം അവ ആവർത്തിക്കുന്നു എന്നതാണ്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു തരംഗം പുറപ്പെടുന്ന സ്ഥലത്തിൽ നിന്ന് അവ ആവർത്തിക്കുകയാണ്. ഒരു ക്രസ്റ്റ്, പിന്നെ ഫോൾ, വീണ്ടും ഒരു ക്രസ്റ്റ്, പിന്നെ ഫോൾ, വീണ്ടും ഒരു ക്രസ്റ്റ്, പിന്നെ ഫോൾ. എത്രത്തോളം ശക്തിയിൽ തരംഗങ്ങളെ പ്രക്ഷേപിക്കപ്പെടുന്നുവോ
ശക്തി ഉള്ളിടത്തോളം കാലം തരംഗങ്ങൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ജല ഉപരിതലത്തിലുള്ള കീഴ്മേൽ ഉയർച്ച താഴ്ചയുള്ള ചലനമായാലും പ്രകാശതരംഗമായാലും അവ ശ്രേണീബദ്ധമായ ശിഖരത്തിൻ്റെയും ക്രസ്റ്റ്, ഗർത്തത്തിൻ്റെയും ഫാള് തുടർച്ചയായിരിക്കും. ഒന്നിന് പിന്നാലെയായി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ശിഖരവും ഒരു ഗർത്തവും അടങ്ങുന്ന തിരശ്ചീനമായ തരംഗ ദൈർഘ്യത്തിനാണ് തരംഗദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് സമയത്തിനുള്ളിൽ എത്ര തരംഗങ്ങൾ ഉണ്ടാവുന്നു എന്നതിനെ ആവൃത്തി എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നു. അതേപോലെ തരംഗത്തിൻ്റെ നേരത്തെ പറഞ്ഞ ദൈർഘ്യത്തിനനുസരിച്ചും തരംഗങ്ങൾ വേർതിരിക്കാം. ഇവ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. മാക്സ്വെല്ലിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നാണ് ഹെൻറിച്ച് ഹെർട്സ് എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞൻ റേഡിയോ തരംഗങ്ങളെ കണ്ടുപിടിച്ചത്. തരംഗങ്ങളുടെ ആവൃത്തിക്ക് ഹെർട്സിന്റെ പേരാണ് നിർദ്ദേശിച്ചത്. നമ്മൾ സാധാരണ കേൾക്കുന്ന എല്ലാതരം ദൈർഘ്യങ്ങൾക്കും ഹെർട്സ് എന്നാണല്ലോ പറയുന്നത്. എന്ന് പറഞ്ഞാൽ വൈദ്യുതിയുടെ ആവൃത്തി 50 ആണെങ്കിൽ സാധാരണ വൈദ്യുതിയുടെ ആവൃത്തി ഒരു സെക്കൻഡ് 50 പ്രാവശ്യമാണെങ്കിൽ അതിന് 50 ഹെർട്സ് എന്നാണ് പറയുന്നത്, 50 ഹെർട്സ്. അതേപോലെ ആയിരക്കണക്കിന് ഹെർട്സുള്ള ധാരാളം മറ്റു തരങ്ങളുണ്ട്, റേഡിയോ തരങ്ങൾ. അതിലും കൂടിയ ആവൃത്തിയുള്ള എക്സ്റേ തരങ്ങളുണ്ട്. അങ്ങനെ നിരവധി തരത്തിലുള്ള തരങ്ങളുണ്ട്. അപ്പോൾ അതിനെ ആവൃത്തിയും തരംഗത്തിൻ്റെ ദൈർഘ്യവും തമ്മിലെ സൂചിപ്പിക്കുന്ന ബന്ധമാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന സൂത്രവാക്യം. ലാംബ്ഡ. ലാംബ്ഡ എന്നാൽ ഗ്രീക്കിൽ ഭാഷയിലെ ഒരു അക്ഷരമാണ്. ലാംബ്ഡ എന്നാൽ തരംഗ ദൈർഘ്യം, സി എന്നാൽ പ്രകാശവേഗം, എഫ് എന്നാൽ ആവൃത്തി ഒരു സെക്കൻഡിൽ. ഇത് തമ്മിലുള്ള ബന്ധമാണ് മേൽ കൊടുത്തിരിക്കുന്നത്. ലാംബ്ഡ സമം സി ഡിവൈഡഡ് ബൈ എഫ്.